നമസ്കാരം. നാടിൻ്റെ നാവുന്നേരം നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. നാളെ ഡിസംബർ 18 മൈഗ്രേഷൻ ഡേ ആണ്. ഇന്ന് നമ്മുടെ വാർത്തയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ദിനവിശേഷങ്ങളും 1-2 വാർത്തകൾ മാത്രമാണ് ഇന്ന് കൊടുക്കുന്നത്. ഇന്ന് വളരെ പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത് മറ്റന്നാൾ ചൊവ്വാഴ്ച 19-ന് കുണ്ട്രയിൽ നടക്കുന്ന സദസ്സിനെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ട് കുണ്ട്രയുടെ ഒരു വികസനം, കുണ്ട്രയിലെ കുറേ നാളായിട്ട് നവകേരള സദസ്സ് എന്ന് പറയുമ്പോൾ അത് നവകുണ്ട്ര സദസ്സാവുമോ, അല്ലെങ്കിൽ ഒരു 50 വർഷമായിട്ട് കുണ്ട്ര അനുഭവിക്കുന്ന, ഒരു നൂറ്റാണ്ടായിട്ട് കുണ്ട്ര അനുഭവിക്കുന്ന ചില പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ഇതെല്ലാം നമ്മുടെ ജനപ്രതിനിധികൾ, അത് ഏത് രാഷ്ട്രീയമാണെങ്കിലും തീർച്ചയായിട്ടും ഇവിടെ BJP ഒഴികെ ഉള്ളവരെല്ലാം കോൺഗ്രസും CPM മാറി മാറി ഭരിക്കുന്ന ഒരു മണ്ഡലമാണ് നമ്മുടേത്. പിന്നെ ഈ MP ആയിട്ട് വരുന്നവരും പഞ്ചായത്തുകളും ഒക്കെ ഇങ്ങനെയാണ് ഭരിക്കുന്നത്. അല്ലാതെ ഇത് മൂന്നാമതൊരു കക്ഷി നമ്മുടെ ഈ കുണ്ട്ര പ്രദേശത്ത് അങ്ങനെ അധികാരത്തിൽ വന്നിട്ടില്ല. ഇവരെല്ലാം പരസ്പരം രാഷ്ട്രീയമായിട്ട് പഴിചാരുമ്പോഴും ഓരോരുത്തരെ കുറ്റം പറയുമ്പോഴും നമ്മൾ കുണ്ട്രയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അത് തുടരുകയാണ്. ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കമല്ല കാര്യം. നാട്ടിൽ വികസനം നടക്കുമോ, എന്താണ് അതിൻ്റെ തടസ്സം? ഒരു ചെറിയൊരു ഓടയ്ക്കകത്ത് അഴുക്ക് കിടക്കുമ്പോൾ അത് മാറ്റാനുള്ള നിരന്തരമായി, നേരത്തെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് നന്നായിട്ടറിയാം, പഞ്ചായത്തുകളിൽ നിന്ന് നമ്മുടെ തെരുവ് തൂക്കാൻ ചൂപ്പുകാരുണ്ടായിരുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് രാവിലെ ആ തെരുവ് നന്നായിട്ട് വൃത്തിയാകും. അതിന് തുച്ഛമായ പൈസയെ അവർക്ക് കിട്ടുമ്പോൾ അവർ ഉത്തരവാദിത്തത്തോടുകൂടി ആ ജോലി ചെയ്യുമായിരുന്നു. അതേപോലെ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഓടകളെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. റോഡിൽ ടാറിനകത്തുള്ള ചെറിയ ചെറിയ കുഴികൾ മൂടാനായിട്ട് അതിന് പ്രത്യേക ജീവനക്കാരുണ്ടായിരുന്നു. ഇതെല്ലാം മാറി, നമ്മളതിൻ്റെ കാലഘട്ടം മാറി, ടെക്നോളജിയൊക്കെ വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അന്നുണ്ടായിരുന്ന ഒരു തെരുവിൻ്റെ ഒരു പിന്നെ ശുചിത്വം, മറ്റേ ബോധം, വെള്ളം ഒഴുകിപ്പോകാനുള്ള കാര്യം, നമുക്കുണ്ടാകാതിരിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ കുറവുള്ള ഒരു കാലം. ടെക്നോളജി കൂടുമ്പോഴത്തേക്ക് നമുക്ക് ദുരിതം കൂടുന്നു എന്ന് പറയുന്നത്, കോടികളാകുമ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ സൗകര്യങ്ങളെല്ലാം ഇല്ലാതാകുന്നൊരവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ 50 കൊല്ലമായി കുണ്ട്ര പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് നാട്ടുവട്ടം അന്വേഷിക്കുന്നു. ഒപ്പം ഇതിൻ്റെ നടത്തിപ്പുകാരായ പ്രധാനപ്പെട്ടവരായ അവരുടെ സംസാരങ്ങൾ, ഇവിടത്തിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ചുള്ളത്, ഈ നവകേരള യാത്രയെക്കുറിച്ചുള്ളത്, പ്രമുഖരായ ഈ മുൻ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെയും ഏരിയ സെക്രട്ടറിയായ SL സജികുമാറിൻ്റെയും പ്രതികരണം ഉൾപ്പെടെ ഉള്ള ഇച്ചിരി നീണ്ട വാർത്തയാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾ കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി ഞങ്ങളെ അറിയിക്കണം. ഒപ്പം ഞങ്ങളുടെ ലൈല ക്രിയേഷൻസിൻ്റെ 14 മിനിറ്റുള്ള ഒരു ഷോർട്ട് ഫിലിമുണ്ട് ആര്. അത് നിങ്ങൾ കൃത്യമായി കാണുകയും നിങ്ങളുടെ സുഹൃത്തുക്കളെയും വീട്ടിലുള്ള മറ്റുള്ളവരെയും കാണിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ രണ്ട് ചാനലുകൾ, ലൈല അവർ ലവ്, ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ്, 2 ചാനലുകൾ നിങ്ങൾ കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി 10-നും 11-നും മധ്യേ പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം. നാളെ ഡിസംബർ 18 കുടിയേറ്റക്കാർക്കായുള്ള അന്താരാഷ്ട്ര ദിനമാണ്. ഇൻ്റർനാഷണൽ മൈഗ്രൻസ് ഡേ. രാജ്യാന്തര അറബിക് ദിനമാണ്. ഇൻ്റർനാഷണൽ അറബിക് ഡേ. ന്യൂനപക്ഷാവകാശ ദിനമാണ്. മൈനോറിറ്റീസ് റൈറ്റ്സ് ഡേ. പാലിയത്തച്ഛൻ്റെയും വേലുത്തമ്പി ദളവയുടെയും സംയുക്ത സൈന്യം കേണൽ മെക്കാളയെ വകവരുത്താനായി കൊച്ചിയിലെ ബ്രിട്ടീഷ് റെസിഡൻസി വളഞ്ഞു. 1808 ഇത്. അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ തുടർച്ചയായി വിമാനം പറത്തിയ ഇംഗ്ലീഷ് വൈമാനികൻ സർ ജോൺ വില്യം ആൽകോക്ക് ഒരു വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. 1919 ഈ അപകടം. ഡൽഹിയിലെ നാഷണൽ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തു. പുരാവസ്തുക്കളുടെ അമൂല്യ കലവറയാണ് ഈ മ്യൂസിയം. 1960 ഉദ്ഘാടനം ചെയ്തത്. അറബി ഭാഷയെ UN-ന്റെ ഔദ്യോഗിക ഭാഷകളിൽ ഉൾപ്പെടുത്തി. 1973 ഇത്. ഡിസംബർ 18 ലോകാരോഗ്യ സംഘടനയുടെ യൂറോപ്പ് റീജിയൺ ഓഫീസ് അന്താരാഷ്ട്ര കുടിയേറ്റ സംഘടനയിൽ ചേർന്ന് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം ആഘോഷിക്കുന്നു. ആരോഗ്യത്തിനായുള്ള അവകാശം ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾക്കായി വാദിക്കുന്നതിനാണ് എല്ലാ വർഷവും അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം ആഘോഷിക്കുന്നത്. കുടിയേറ്റം എല്ലായ്പ്പോഴും സമൂഹങ്ങളുടെ സമ്പന്നമായ ഭാഗമാണ്. ലോകാരോഗ്യ സംഘടനയുടെ 6 പ്രദേശങ്ങളിൽ യൂറോപ്യൻ മേഖലയാണ് അവരുടെ ഉത്ഭവ രാജ്യത്തിന് പുറത്ത് താമസിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. ആഗോള മൊത്തം 281 ദശലക്ഷത്തിൽ 101 ദശലക്ഷം അന്താരാഷ്ട്ര കുടിയേറ്റക്കാരുണ്ടെന്ന്
കണക്കാക്കപ്പെടുന്നു. ഈ മേഖലയിലെ 8 പേരിൽ ഒരാൾ അഭയാർത്ഥിയോ കുടിയേറ്റക്കാരനുമാണ്. പരസ്പരബന്ധിതമായ ഒരു ലോകത്തിലെ വെല്ലുവിളികൾക്ക് നിരവധി പരിഹാരങ്ങൾ നൽകാൻ കുടിയേറ്റത്തിന് കഴിയും. യൂറോപ്യൻ മേഖലയിലെ പല രാജ്യങ്ങളിലും ആരോഗ്യമേഖലയുടെ ഗണ്യമായ ഭാഗമാണ് കുടിയേറ്റക്കാർ. 2020 OECD 31 യൂറോപ്യൻ രാജ്യങ്ങളിലെ കുടിയേറ്റ തൊഴിലാളികളുടെ പങ്കിനെക്കുറിച്ച് നടത്തിയ വിലയിരുത്തലിൽ 23% ഡോക്ടർമാരും 14% നഴ്സുമാരും വിദേശത്ത് ജനിച്ചവരാണെന്ന് കണ്ടെത്തി. 1990 ഡിസംബർ 18 എല്ലാ കുടിയേറ്റ തൊഴിലാളികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര കൺവെൻഷനെക്കുറിച്ചുള്ള ഒരു പ്രമേയം ജനറൽ അസംബ്ലി അംഗീകരിച്ചു. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഓഫർ ഡിസംബർ 20 മുതൽ ജനുവരി 5 വരെ. ഓരോ പർച്ചേസിനോടുമൊപ്പം ക്രിസ്മസ് കേക്കും വിലയേറിയ നിരവധി സമ്മാനങ്ങളും. സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ മറ്റെങ്ങും ലഭിക്കാത്ത സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ചിന്നൂസ് ബിഗ് വാല്യൂ എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയേക്കാൾ 400 രൂപ അധികം നേടാം. വിവാഹ പാർട്ടികൾക്ക് 2% പണിക്കൂലിയിൽ ആരംഭിക്കുന്ന പരിണയ ബ്രൈഡൽ കളക്ഷനുകൾ. കൂടാതെ ഫെസ്റ്റിവൽ ദിനങ്ങളിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം. ഏവർക്കും ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. നവകേരളം എന്ന് കൊട്ടിഘോഷിച്ച് മന്ത്രിമാർ കൂട്ടമായി സഞ്ചരിച്ചെത്തുന്ന വാഹനം വിളംബര നാട്ടിലെത്തുമ്പോൾ അരനൂറ്റാണ്ട് കാലമായി ജനം ആഗ്രഹിച്ചിരുന്ന അടിസ്ഥാന മാറ്റങ്ങളൊന്നും യാഥാർത്ഥ്യമാകാതെ കുണ്ടറ. ഉമ്മൻചാണ്ടിയും MA ബേബിയും ഒക്കെ വികസന സമ്പർക്ക പരിപാടികൾ നടത്തിയെങ്കിലും അന്നൊക്കെ നാട്ടുകാർ ഈ ആവശ്യങ്ങൾ നിരവധി നിവേദനങ്ങളായി സമർപ്പിച്ചിരുന്നെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാതെ പരിഹരിക്കാവുന്ന ഉൾപ്പെടെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളൊന്നും പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ല. കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്നതും ഉദ്യോഗസ്ഥ തലത്തിലുള്ള കൂട്ടായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ 1 മാസം കൊണ്ട് സാധിക്കുന്നതുമായ കാര്യങ്ങൾ അരനൂറ്റാണ്ടായി പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. ഈ ആവശ്യങ്ങളിൽ മിക്കതും വാഗ്ദാനങ്ങളായി MP, MLA, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വാഗ്ദാനങ്ങളായി ചൊരിഞ്ഞതുമാണ്. എന്നാൽ ഇവർ ആരും തന്നെ ഈ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ അവരവരാൽ കഴിയുന്ന കാര്യങ്ങൾ പോലും ചെയ്തിട്ടില്ല. പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന കുണ്ടറയുടെ തീരാശാപം റെയിൽവേ മേൽപ്പാലങ്ങൾ. അരനൂറ്റാണ്ടായി കുണ്ടറ നിവാസികൾ ചെയ്യാത്ത സമരങ്ങളും കൊടുക്കാത്ത നിവേദനങ്ങളുമില്ല. പ്രദേശത്തിന്റെ ഗതാഗതക്കുരുക്കിന് പരിഹാരം തേടിയാണ് നാട്ടുകാരും വ്യക്തികളും സംഘടനകളും മേൽപ്പാലങ്ങൾക്കായി ശ്രമിച്ചത്. പക്ഷേ രാഷ്ട്രീയ വിഴുപ്പലക്കളുകളല്ലാതെ പ്രായോഗിക തലത്തിലേക്ക് ഇതുവരെയും മേൽപ്പാലം എത്തിയിട്ടില്ല. മുക്കടയിലും പള്ളിമുക്കിലും കേരളപുരത്തും ചന്ദനത്തോപ്പിലും ആറുമുറിക്കടയിലും മാമൂട്ടിലും ഉൾപ്പെടെ 3 കിലോമീറ്റർ ഭാഗത്ത് 8 ലെവൽ ക്രോസുകളാണുള്ളത്. ട്രെയിനുകളുടെ എണ്ണം കൂടിയതോടെ ഗേറ്റുകൾ നിരന്തരം അടഞ്ഞു കിടക്കുകയാണ്. ഇതുണ്ടാക്കുന്ന ഗതാഗതക്കുരുക്ക് വിവരണാതീതവും. കളിസ്ഥലം എന്ന സ്വപ്നവും ബാക്കി. കുണ്ടറയിൽ മത്സരങ്ങൾ ഉൾപ്പെടെ നടത്താനുതകുന്ന കളിസ്ഥലം എന്ന സ്വപ്നവും ബാക്കി. അലിൻഡിന്റെ 1 ഏക്കറിലധികം വരുന്ന ഫുട്ബോൾ ഗ്രൗണ്ട് ഒരു കാലത്ത് കളിക്കാരുടെയും പള്ളിപ്പെരുന്നാളിന് പരിപാടി നടത്തുന്നവരുടെയും ഇഷ്ടയിടമായിരുന്നു. ഇന്നത് ചതുപ്പാണ്. ബേബിയും മേഴ്സിക്കുട്ടിയും വിഷ്ണുനാഥുമൊക്കെ സ്ഥലം സന്ദർശിക്കുകയും കളിക്കായി ഇവിടം വീണ്ടും ചിട്ടപ്പെടുത്തുകയും ചെയ്യുമെന്ന് നിരന്തരം കായികപ്രേമികളെ കൊതിപ്പിക്കുകയുമാണ്. ഒന്നും നടക്കുന്നുമില്ല. മുക്കടയുടെ ഗതികേട്. കുണ്ടറ മണ്ഡലത്തിന്റെ സ്ഥിരാകേന്ദ്രമാണ് മുക്കട ജംഗ്ഷൻ. കൊല്ലം തിരുമംഗലം ദേശീയപാതയിലാണ് ഈ ജംഗ്ഷൻ. റോഡിന്റെ ഒരു ഭാഗം കുണ്ടറ പഞ്ചായത്തും മറുഭാഗം ഇളമ്പളൂർ പഞ്ചായത്തുമാണ്. ദേശീയപാതയ്ക്ക് സമാന്തരമായാണ് കൊല്ലം ചെങ്കോട്ട റെയിൽപാതയും പോകുന്നത്. ഇളമ്പളൂർ മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള സ്ഥലം ഒരു ഭാഗം റെയിൽവേയുടേതും. ഇവിടെ അനധികൃത കച്ചവടക്കാരും താമസക്കാരുമാണ്. ഈ ഭാഗങ്ങൾ വലിയ തോതിലാണ് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നത്. MA ബേബി മന്ത്രിയായിരുന്നപ്പോൾ റെയിൽവേ റോഡിലെ കുപ്പവാരി പടം പിടിച്ച് ഹരിതകുണ്ടറ പദ്ധതിയുമായി നാടിളക്കിയിരുന്നു. കിംഫലം മാലിന്യം പഴയപടി തന്നെ. റെസ്റ്റോറന്റ്, കുറ്റിയിൽ ജംഗ്ഷൻ, മാമൂട്, കേരളപുരം. ഞങ്ങളുടെ സഹോദര സ്ഥാപനം കുറ്റിയിൽ ഈവന്റ് മാനേജ്മെന്റ്,
ഹോം ഡെലിവറിക്കായി വിളിക്കൂ 9809512541 9446107567 9567288311 8943326520. നവകേരള സദസ് ഒരുക്കങ്ങൾ വിശദീകരിച്ച് CPM കുണ്ടറ ഏരിയ സെക്രട്ടറി SL സജികുമാർ. നവകേരള സദസ് കുണ്ടറയിൽ ഈ വരുന്ന 19 വൈകിട്ട് 4 മണിക്കാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിച്ചേരുന്നത്. തീർച്ചയായും കുണ്ടറയുടെ 7 പഞ്ചായത്തുകളും മന്ത്രിമാരെ സ്വീകരിക്കുന്നതിനും അത് വലിയ പരിപാടിയാക്കാൻ കഴിയത്തക്ക നിലയിൽ സംഘാടക സമിതിയും എല്ലാവിധമായ കലവറയില്ലാത്ത പിന്തുണ നൽകുന്ന പ്രവർത്തനം നടന്നു വരികയാണ്. നാടായ ഉത്സവച്ചായാലാണ് ഇന്ന് ഈ നവകേരള സദസ്സിനെ വരവേൽക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. മുതിർന്നവരും കുട്ടികളും വിദ്യാർത്ഥികളടക്കമുള്ള നിരവധി ആളുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മത്സരങ്ങളും കലാപരിപാടികളും സ്പോർട്സ് ഐറ്റംസും എല്ലാമായി വ്യത്യസ്തങ്ങളായ നിലയിൽ നാടായി ഒരുങ്ങുകയാണ്. എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും അതുപോലെ ഔദ്യോഗിക സംവിധാനമാകെ ഈ നിലയിൽ വരവേൽക്കാൻ കഴിയത്തക്ക നിലയിൽ തയ്യാറെടുത്തു കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ കുടുംബശ്രീ പ്രവർത്തകർ, എല്ലാ അയൽക്കൂട്ടങ്ങളിലെയും ആളുകൾ, അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ അടക്കമുള്ള എല്ലാ വിഭാഗം തൊഴിലാളികളും ജീവിതത്തിന്റെ സമസ്ത മേഖലയിലുള്ള ആളുകൾ ഇവിടെ ഒഴുകിയെത്താൻ കഴിയത്തക്ക നിലയിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. ഇന്നൊരു വലിയ പ്രതീക്ഷയായി ഈ നവകേരള സദസ് മാറുകയാണ്. തീർച്ചയായും കുണ്ടറയുടെ ഭാവി വികസനത്തിനും കേരളത്തിന്റെ വികസനത്തിനും ഒരു വലിയ നാഴികക്കല്ലായി ഇത് മാറുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന് പരിചിതമല്ലാത്ത ഈ പ്രവർത്തനത്തെ അല്ലെങ്കിൽ ഇതിനെ നോക്കിക്കാണാൻ ഈ തലമുറയ്ക്ക് ഒരു ഭാഗ്യം ലഭിച്ചവരാണ് എന്ന അർത്ഥത്തിൽ തന്നെ സംഘാടകരും അതുപോലെ പങ്കെടുക്കേണ്ടവരുമെല്ലാം ആ ഒരു അർത്ഥത്തിലും വ്യാപ്തിയിലും വളരെ ആവേശപൂർവ്വം ഇതിനെ വരവേൽക്കാൻ ഒരു 2ാം കുണ്ടറ വിളംബരത്തിന് സമാനമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയത്തക്ക നിലയിൽ ചരിത്രത്തിൽ ഇടം നേടാൻ കഴിയത്തക്ക നിലയിലായിരിക്കും കുണ്ടറയിലെ സംഘാടക സമിതിയുടെ പ്രവർത്തനങ്ങൾ. പങ്കാളിത്തം എന്ന് പറയാൻ മുഴുവൻ ആളുകളെയും ഞങ്ങൾ അന്നേ ദിവസം 1:30 മണിക്ക് തന്നെ ഇവിടെ കലാപരിപാടികൾ ആരംഭിക്കും. 19 ഉച്ചയ്ക്ക് 1:30 മണിക്ക് തന്നെ കലാപരിപാടികൾ തന്നെ വ്യത്യസ്തങ്ങളായ തരത്തിലുള്ള ഈ നാട്ടിലെ വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങളും കുട്ടികളും കുടുംബശ്രീ പ്രവർത്തകരെല്ലാം അവതരിപ്പിക്കുന്ന പരിപാടികളാണ്. അല്ല പ്രൊഫഷണൽ ടീമിനെ വെച്ചല്ല ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുക. അതിന്റെ പരിശീലനങ്ങളെല്ലാം നാട്ടിലാകെ നടന്നു വരിക. കുട്ടികളുടെ ഡാൻസും പാട്ടും ചാക്യാർ കൂത്തും അങ്ങനെ വ്യത്യസ്ത നാടൻ പാട്ടും എല്ലാമായി നമ്മുടെ ഇവിടെയുള്ള കൊച്ചു കൊച്ചു കലാകാരന്മാരെല്ലാമാണ് ആ പരിപാടികൾ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തത ഈ ഇവിടെയുള്ള ഇപ്രാവശ്യം നടക്കുന്ന പരിപാടികളുടെ സംഘാടനത്തിൽ പ്രത്യേക ഒരു മികവ് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഉണ്ടാകുമെന്ന് കാണുകയാണ്. മാത്രമല്ല പരാതികൾ നൽകുന്നതിന് വേണ്ടി സെറാമിക്സിന്റെ ഹെഡ് ഓഫീസ് ഗ്രൗണ്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെയും 20 കൗണ്ടറും അതിന്റെ സംവിധാനങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. മുഴുവൻ ആളുകൾക്കും ഇവിടെ ഇരിക്കുന്ന ഏതാണ്ട് 10,000-ഓളം ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന സജ്ജീകരണങ്ങൾ ചെയ്തു കഴിഞ്ഞു. അവർക്ക് ആവശ്യമായിട്ടുള്ള സ്നാക്സും കുടിവെള്ളത്തിന്റെ സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നുണ്ട്. വരുന്നവരെ ആരെയും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഈ ജനസംഖ്യയെ ആകെ സ്വീകരിക്കാൻ കഴിയാത്ത നിലയിൽ സംഘടനാ സമിതി പ്രവർത്തനം കൃത്യമായി നടന്നു വരികയാണ്. ഏവരും ഈ കൃത്യസമയത്ത് തന്നെ ഉച്ചയോടുകൂടി 1:30 മണിക്ക് തന്നെ എത്തിച്ചേരണമെന്ന് ഞങ്ങൾ ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് സീറ്റുകൾ ഉറപ്പുവരുത്തി നമുക്ക് ഇതിന്റെ ഭാഗമാകാൻ കഴിയൂ. അല്ലെങ്കിൽ വളരെ ദൂരെ നിന്ന് മാത്രമേ ഇത് സേവിക്കാനും അതുപോലെ ദർശിക്കാനും കഴിയൂ എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. എല്ലാ ആളുകളും ഉൾക്കൊള്ളാൻ കഴിയത്തക്ക നിലയിൽ സെറാമിക്സിന്റെ ഗ്രൗണ്ടിനെ സജ്ജമാക്കുക എന്നുള്ള കൂടി ഞങ്ങൾ സംഘാടനത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പാഴായ പകൽ വീടുകൾ. നിയോജകമണ്ഡലത്തിലെ മിക്ക പഞ്ചായത്തുകളിലും പകൽ വീടുകൾ നിർമ്മിക്കുകയും കൊട്ടിഘോഷിച്ച ഉദ്ഘാടനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. നന്നായി നടക്കുന്നത് പെരുന്നാട് പഞ്ചായത്തിലെ നാന്തിരിക്കലിലുള്ള പകൽ വീടാണ്. കുണ്ടറയിലും ഇളമ്പള്ളൂരിലും ഇത് കാട് കയറി നശിക്കുന്നു. മുടക്കിയത് ലക്ഷങ്ങൾ. ഇപ്പോൾ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രങ്ങൾ. കുണ്ടറ ഇളമ്പള്ളൂർ പഞ്ചായത്തുകളിൽ ലക്ഷങ്ങൾ മുടക്കിയ കെട്ടിടങ്ങൾ അതിന്റെ ലക്ഷ്യം കാണാതെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. കുണ്ടറ പഞ്ചായത്തിൽ കെൽ ഫാക്ടറിക്ക് സമീപം 20 വർഷം മുമ്പ് നിർമ്മിച്ച ഐസ് പ്ലാന്റും ഫിഷ് ലാൻഡിംഗ് സെന്ററും ഇപ്പോൾ ഹരിതകർമ്മ സേനയുടെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രങ്ങളാണ്. സമാനമായ സ്ഥിതിയാണ് ഇളമ്പൂർ പഞ്ചായത്തിലെ പള്ളിമുക്ക് മാർക്കറ്റിൽ അരക്കോടിയിലധികം തുക ചെലവാക്കി നിർമ്മിച്ച മൃഗബീജ പരിപാലന കേന്ദ്രം. ഇത് നിർമ്മിക്കുമ്പോൾ ജില്ലയിൽ അന്നും ഇന്നും വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഇങ്ങോട്ട് മാറ്റുക എന്നതായിരുന്നു ലക്ഷ്യം. ഇതിനായി ലക്ഷങ്ങളുടെ പുതിയ ഉപകരണങ്ങളും ഇവിടെ വാങ്ങിവെച്ചു. ഇന്ന് പ്ലാസ്റ്റിക് സൂക്ഷിക്കുന്നു. ഇളമ്പള്ളൂർ പഞ്ചായത്തിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഇവിടേക്ക് മാറ്റാമായിരുന്നു. ജില്ലാ ഗ്രാമപഞ്ചായത്തുകൾ 4 തവണയാണ് ഇതിനായി പണം മുടക്കിയത്. 6 മാസം പോലും ഇത് പ്രവർത്തിച്ചില്ല. എന്നാൽ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന മൃഗാശുപത്രി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇവിടേക്ക് മാറ്റിയാൽ അത് വാടക ഇനത്തിലെ ലാഭമെങ്കിലും കിട്ടുമായിരുന്നു. ഇളമ്പള്ളൂർ ക്ഷേത്രത്തിനു മുന്നിലെ വെള്ളക്കെട്ട്. പരിഷ്കാരം വന്നപ്പോൾ ഇളമ്പള്ളൂർ ജംഗ്ഷൻ വെള്ളക്കെട്ടായി. ദേശീയപാത വിഭാഗം പാതയോരത്ത് ടൈൽസ് പാകി നടപ്പാതയും കൈവരിയും നിർമ്മിച്ചപ്പോഴാണ് റോഡിന് കുറുകെ ഉണ്ടായിരുന്ന നീരൊഴുക്ക് തടസ്സപ്പെട്ടത്. ക്ഷേത്രത്തിനു മുൻഭാഗത്താണ് ദേശീയപാതയ്ക്കിടയിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള കൾവർട്ടുള്ളത്.
ദേശീയപാതയുടെ പരിഷ്കാരത്തിന്റെ ഭാഗമായി ഓടയുടെ ആരംഭഭാഗത്തെ വ്യാസം കുറച്ചതും ഈ കൾവട്ടിലൂടെ സ്വകാര്യ കേബിളുകൾ കടത്തിക്കൊണ്ടു പോകാനായി പൈപ്പുകൾ കുത്തിനിറച്ചതുമാണ് നീരൊഴുക്ക് തടസ്സപ്പെടാനും മഴയെത്തിയാൽ ജംഗ്ഷൻ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന വെള്ളക്കെട്ടിൽ ദുരിതമനുഭവിക്കുന്നതും. ദേശീയപാതയിലും മറ്റും സ്വകാര്യ വ്യക്തികൾക്ക് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതിന് മുൻകൂർ അനുമതി വേണമെന്നിരിക്കെ ഇത് വാങ്ങിയിട്ടുണ്ടോ, നൽകിയിട്ടുണ്ടെങ്കിൽ തന്നെ നൽകിയ ഉദ്യോഗസ്ഥർ സ്ഥിര പരിശോധന നടത്തിയിട്ടുണ്ടോ എന്നും വ്യക്തമാകുന്നില്ല. ജനനവും മരണവും ഒന്നിച്ചു നടന്ന പദ്ധതികൾ ഉദ്ഘാടനത്തിൽ മാത്രം ഒതുങ്ങുകയും 6 മാസം പോലും പ്രവർത്തിക്കാതെ പോവുകയും ലക്ഷങ്ങളും കോടികളും ചെലവഴിക്കുകയും ചെയ്ത പദ്ധതികളെക്കുറിച്ച് മന്ത്രിമാർ വായിച്ചറിയുന്നതും നല്ലതാണ്. പെന്നാട് പഞ്ചായത്ത് ചെറുമൂട്ടിലെ ടെക്നോ ലോഡ്ജ്, പെരുമണിലെ കയർ പാർക്ക്, കുണ്ടറ പഞ്ചായത്തിലെ ആൽത്തറമുകൾ വാർഡിലെ അപ്പാരൽ പാർക്ക്, ഇന്നുവരെയും ലക്ഷ്യം പൂർത്തീകരിക്കാത്ത ടെക്നോ പാർക്ക്. ഇനിയും എന്തൊക്കെ പദ്ധതികൾ! പണിതിട്ടും തീരാത്ത റോഡുകൾ. പണിതിട്ടും തീരാത്ത റോഡുകൾ കൊണ്ട് നവചരിത്രത്തിൽ ഇടം തേടുകയാണ് കുണ്ടറ. ഇളമ്പളൂർ ചന്ദനത്തോപ്പ് സമാന്തര പാത 3 വർഷം കൊണ്ട് തുടങ്ങിയ നിർമ്മാണത്തിൽ ടാറിങ്ങും കോൺക്രീറ്റും ഈ മാസത്തോടെ പൂർത്തിയായി. സമാന്തരം കരിക്കോട് വരെ യാഥാർത്ഥ്യമാകണമെങ്കിൽ കേലപുരം മുസ്ലിം പള്ളിക്ക് സമീപമുള്ള 20 മീറ്റർ പാതയും അതിനാവശ്യമായ കൾവർട്ടും ഇനിയും നിർമ്മാണം ആരംഭിക്കണം. ഇടതുപക്ഷത്തിന്റെ സോഷ്യൽ മീഡിയയിലെ MLA-ക്കെതിരായ തള്ളലും MLA-യുടെ നിരന്തരം ചേരുന്ന ഔദ്യോഗിക യോഗങ്ങളും നിയമസഭയിലെ ശ്രദ്ധ ക്ഷണിക്കലുമാണ് നാട്ടുകാരുടെ കാതിന് ആശ്വാസം. ഈ പാത മുഖ്യൻ വന്നുപോയാലെങ്കിലും പൂർണ്ണമാകുമോ? കുണ്ടറ പള്ളിമുക്ക് മൺട്രോത്തുരുത്ത് റോഡിന്റെ പള്ളിമുക്ക് മുതൽ മുളവന പൊട്ടിമുക്ക് വരെയുള്ള ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി കിടക്കുന്നു. ഇപ്പോൾ 3ാമത്തെ കരാറുകാരനാണ്. അദ്ദേഹവും പണിയുന്ന മട്ടില്ല. സഞ്ചാരയോഗ്യമല്ലാത്ത നിരവധി പഞ്ചായത്ത് റോഡുകളും കുണ്ടറയിൽ ശ്വാസമുട്ടിക്കുകയാണ്. ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താനും സമയബന്ധിതമായി കരാർ പ്രകാരം പണികൾ പൂർത്തീകരിക്കാനും ഇപ്പോഴും കഴിയുന്നില്ല. മന്ത്രിമാർ വന്നു പോയാലും ഉദ്യോഗസ്ഥരുടെ മനോഭാവത്തിന് മാറ്റമുണ്ടാകുമെന്നത് വേഗം ഇത്തരം പണികൾ പൂർത്തിയാകുമെന്ന് കുണ്ടറക്കാർക്ക് വെറുതെ ഒന്ന് മോഹിക്കാം. ഓടകളും അടഞ്ഞു തന്നെ. ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമുള്ള ഓടകൾ മൂടിക്കിടന്നിട്ടും സ്ലാബുകൾ പലയിടങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞ് കടകളിലേക്ക് എത്തുന്നവർക്ക് അപകടകരമായ സ്ഥിതിയിലായിട്ട് വർഷങ്ങളായി. വ്യാപാരികളുടെ പരാതിക്കും നാട്ടുകാരുടെ പരാതിക്കും പരിഹാരമായില്ല. ഈ ഓടകളിലെല്ലാം മാലിന്യവും മണ്ണും നിറഞ്ഞ് വെള്ളമൊഴുകാത്ത സ്ഥിതിയുമാണ്. ഈ ഓടകളിലൂടെ എത്തുന്ന വെള്ളം താഴെ പനങ്കുറ്റി വയലിലാണ് എത്തുന്നത്. ഈ ഓടയുടെ പല ഭാഗങ്ങളും സ്വകാര്യ വ്യക്തികൾ അവരുടെ സൗകര്യാർത്ഥം മൂടി അതിനു മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും പഞ്ചായത്തിന് മിണ്ടാട്ടമില്ല. മുക്കടയിലെത്തിയാൽ മൂത്രശങ്ക അരുത്. മുക്കടയിൽ എത്തുന്നവർക്കും ബസ് യാത്രക്കാർക്കും മുക്കടയിൽ വന്നാൽ മൂത്രശങ്ക ഉണ്ടാകരുത്. മൂത്രശങ്ക ഉണ്ടായാൽ തന്നെ അത് പിടിച്ചു നിർത്തുകയെ നിവർത്തിയുള്ളൂ. CPM-ന്റെ VV ജോസഫ് സാർ മുതൽ കോൺഗ്രസിലെ തോപ്പിൽ രവി വരെയും സ്ഥാണുദേവനും P രാജേന്ദ്രനും അവസാനം NK പ്രേമചന്ദ്രനും ജില്ലാ പഞ്ചായത്ത് അംഗം C ബാൽഡുവിനും ഇളമ്പളൂർ കുണ്ടറ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മത്സരിച്ചപ്പോൾ മുക്കടയിലെ മൂത്രപ്പുര വാഗ്ദാനം നിറവേറ്റുമെന്ന് വെറുതെ മോഹിപ്പിച്ചിരുന്നു. ഇന്നും കുണ്ടറയുടെ മൂത്രശങ്കയ്ക്ക് പരിഹാരമില്ല. മന്ത്രി വണ്ടുവന്ന് പോകുമ്പോഴെങ്കിലും മൂത്രശങ്ക അകറ്റാൻ ഇടം വരുമായിരിക്കും. വിനോദസഞ്ചാര സ്വപ്നങ്ങൾ. വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള ഇടമാണ് കുണ്ടറ. കായൽ തീരങ്ങളും കുന്നുകളും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളും നാടിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതുമാണ്. വേലുത്തമ്പിയുടെ പേരിൽ നാദരിക്കലിലും ഇളമ്പള്ളൂരിലുമുള്ള സ്മാരകങ്ങൾ, വേലുത്തമ്പി മാന്ത്രിക സഹായത്തിനായി എത്തിയ മുളവനയിലെ കടയാറ്റ് പോറ്റിയുടെ വീട്, അധസ്ഥിതിന് ഊർജ്ജമായ കല്ലുമാല സമരം നടന്ന പെരുന്നാട്, ചുറ്റുമലയിലെ മതിലകം, ചുറ്റുമല ഇവിടെ നിർമ്മിക്കുമെന്ന ജനപ്രതിനിധികൾ മോഹം തന്നുകൊണ്ടിരിക്കുന്ന ലുക്കൌട്ട് ടവർ എന്ന മോഹം, പെരുന്നാട്, കുണ്ടറ, പേരയം, കിഴക്കേക്കട പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തീരദേശ ടൂറിസം എല്ലാം സ്വപ്നം മാത്രം. കേരള സദസ്സ് കുണ്ടറയുടെ വികസന മുരടിപ്പും വ്യക്തമാക്കി മുൻ മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ. ആദ്യമായി മുഖ്യമന്ത്രിയും മന്ത്രിസഭ ആകെ ജനങ്ങളിലേക്ക് എത്തി ജനങ്ങളുടെ പരാതി കേൾക്കാനും ഭാവി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനും ഇതുവരെ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനുമായി ആണ് നവകേരള സദസ്സിന് പുറപ്പെടുവിച്ചത്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങിയ നവകേരള സദസ്സ് ആലപ്പുഴ എത്തുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള ജനസഞ്ചയമാണ് മന്ത്രിസഭയാകെ വരവേൽക്കാൻ എത്തുന്നത്. അതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ കുണ്ടറയും ഒരുക്കങ്ങൾ എല്ലാം അതിൻ്റെ അന്തിമഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഇന്ന് ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരുടെയും കമ്മിറ്റി ഞങ്ങൾ ഒരുക്കങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അന്തിമമായി വിലയിരുത്തുന്നതിനെക്കുറിച്ച് പരിശോധിക്കുന്നതിനെക്കുറിച്ച് അവസാന ഘട്ടത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിനെക്കുറിച്ച് കൺവീനർ ശ്രീ അഗ്രികൾച്ചർ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ഓഫീസർ ശ്രീ സുകുമാറും ഞങ്ങളായി ചേർന്ന് ആലോചിക്കുകയുണ്ടായി. വിവിധ സബ് കമ്മിറ്റികളാണ് നമുക്കുള്ളത്. പ്രചാരണ കമ്മിറ്റി, പ്രോഗ്രാം കമ്മിറ്റി, ഫുഡ് കമ്മിറ്റി, ഇങ്ങനെ പലതരം കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റികളെല്ലാം
ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഒക്കെ ചേരുന്നതാണ് കമ്മിറ്റി. ഓരോ കമ്മിറ്റിയും അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഞങ്ങൾ 19:04 മുഖ്യമന്ത്രി എത്തുന്നതിന് മുമ്പ് തന്നെ 2 മണി തൊട്ട് തന്നെ പ്രോഗ്രാം ചാർട്ട് ഔട്ട് ചെയ്യുന്നതിൽ കൃത്യമായ തീരുമാനം എടുത്തിട്ടുണ്ട്. 2 മണി തൊട്ട് ജനങ്ങൾക്ക് കേൾക്കാൻ, പരാതി നൽകാൻ ഉള്ള അവസരമൊരുക്കുകയാണ്. 21 കൗണ്ടറാണ് ഞങ്ങൾ സെറാമിക്സിൻ്റെ ഓൾഡ് സെറാമിക്സ് ഓഫീസ് ഗ്രൗണ്ടിൽ ഒരുക്കിയിരിക്കുന്നത്. പരാതി സ്വീകരിക്കുന്നത് ഓൾഡ് സെറാമിക്സിൻ്റെ കെട്ടിടത്തിനുള്ളിലാണ്. അതിനകത്ത് 21 കൗണ്ടർ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ വയോജനങ്ങൾക്ക്, അംഗപരിമിതർക്ക്, സ്ത്രീകൾക്ക് മാത്രമായി 4-5 കൗണ്ടറുണ്ട്. പിന്നെ പൊതുജനങ്ങൾക്ക് ഓരോ പഞ്ചായത്തിനും പ്രത്യേക കൗണ്ടർ, വീണ്ടും 2-3 കൗണ്ടറുകൾ വയ്ക്കുന്നു. ആർക്ക് തിരക്ക് കൂടിയാണ് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ 21 കൗണ്ടറാണ് വ്യത്യസ്തങ്ങളായ ജനവിഭാഗങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും മുന്നിൽ അവർക്ക് ഉന്നയിക്കാനുള്ള പ്രശ്നങ്ങൾ പരാതിയായി എഴുതി നൽകുന്നതിനും അത് സ്വീകരിക്കുന്നതിനും ഉറപ്പാക്കിയിട്ടുള്ളത്. ഏതെങ്കിലുമൊക്കെ പരാതി നയപരമായ കാര്യങ്ങളല്ല എങ്കിൽ അപ്പോൾ തന്നെ പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലേക്കും കാര്യങ്ങളാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. നയപരമായ കാര്യമാണെങ്കിൽ ആ പരാതി ബന്ധപ്പെട്ട ക്യാബിനറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് അവരെ സോർട്ട് ഔട്ട് ചെയ്ത് മാറ്റി വേഗതയിൽ തന്നെ പരിഹാരം കാണും എന്നതാണ് മന്ത്രിസഭയുടെ തന്നെ തീരുമാനം. അത് നടപ്പിലാക്കുന്നത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കുണ്ട്രയിൽ കഴിഞ്ഞൊരു 1/2 നൂറ്റാണ്ട് കാലമെടുത്താൽ വളരെയധികം സമഗ്ര മേഖലകളിൽ വലിയ വികസനം നടന്നൊരു മണ്ഡലമാണ് കുണ്ട്ര മണ്ഡലം. അത് പശ്ചാത്തല സൗകര്യ വികസനത്തിൽ ഞങ്ങൾ ഒരു 1200 കോടിയോളം വരുന്ന പദ്ധതികൾ, 400 കോടിയുടെ പ്രവർത്തനം പൂർത്തീകരിച്ച് കഴിഞ്ഞിരുന്നു. ബാക്കി വരുന്ന 2 മേജർ പ്രോജക്റ്റുകൾ, അതൊന്ന് കുണ്ട്ര ഫ്ലൈ ഓവർ, റെയിൽവേ ഓവർബ്രിഡ്ജ്, മറ്റൊന്ന് കരിക്കോട് ഫ്ലൈ ഓവർ, അതുപോലെ തന്നെ കണ്ണനെല്ലൂർ ജംഗ്ഷൻ ഡെവലപ്മെൻറ്റ്. ഇത് 3 മേജർ പദ്ധതികളായിരുന്നു പശ്ചാത്തല സൗകര്യ വികസനത്തിൽ കുണ്ട്രയിൽ ആവിഷ്കരിച്ചത്. 3 പദ്ധതിയും കിഫ്ബി പദ്ധതിയാണ്. അതിന് പണം അനുവദിക്കുകയും അതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങുകയും ചെയ്തു. കണ്ണനെല്ലൂർ ജംഗ്ഷൻ ഡെവലപ്മെൻറ്റിൻ്റെ ഏകദേശം ഒരു 3/4 ഭാഗവും പൂർത്തീകരിച്ചിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത്. കുണ്ട്രയിലെ റെയിൽവേ ഓവർബ്രിഡ്ജ്, അപ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്ത് സ്ഥലം ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി സ്ഥലം ഉടമകളുടെ യോഗം ഞാനുള്ളപ്പോൾ തന്നെ വിളിച്ചതാണ്. 2-3 ഘട്ടങ്ങളിൽ സ്ഥലം ഉടമകളുടെ യോഗം വിളിച്ച് അവർ സറണ്ടർ ചെയ്യണം, അതിന് ന്യായമായ വില, ഗവൺമെൻറ് നിശ്ചയിക്കുന്ന വില കൊടുക്കും. ആ നടപടിക്രമങ്ങളിലേക്ക് അന്ന് പോയിരുന്നു. ഇപ്പോൾ 2 വർഷം പിന്നിട്ടിട്ടും ഒരു നടപടിയിലേക്കും പോയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അത്ഭുതകരമായ കാര്യം. വികസന രംഗത്ത് നമ്മുടെ കഴിഞ്ഞ ഗവൺമെൻറ് തുടർച്ച, 2ാം ഗവൺമെൻറ് എല്ലാ മണ്ഡലങ്ങളിലും ആ 2ാം ഗവൺമെൻറ് വളരെ വലിയ മുന്നേറ്റം നടത്തുമ്പോൾ കുണ്ട്രയിൽ തുടങ്ങി വെച്ചത് അതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന ഗൗരവതരമായ പ്രശ്നമുണ്ട്. അത് കുണ്ട്രയിലെ റെയിൽവേ, പള്ളിമുക്കിലെ റെയിൽവേ ഓവർബ്രിഡ്ജ് ആണെങ്കിലും, കരിക്കോട് ജംഗ്ഷൻ്റെ ഫ്ലൈ ഓവർ അടക്കമുള്ള ജംഗ്ഷൻ ഡെവലപ്മെൻ്റ് ആണെങ്കിലും, ഈ കുടിവെള്ളം ഞാങ്കടവ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പദ്ധതിയിൽ നമ്മൾ കുണ്ട്രയ്ക്ക് മാത്രമായി കൊറ്റങ്കരയ്ക്ക് ഒരു 50 കോടി രൂപയുടെ സബ് പ്രോജക്റ്റ്, 40 കോടി രൂപയുടെ സബ് പ്രോജക്റ്റ്, പെരിനാടിന് ഒരു 50 കോടി രൂപയുടെ സബ് പ്രോജക്റ്റ്. അപ്പോൾ കൊറ്റങ്കര പഞ്ചായത്തിനാകെ ഞാങ്കടവിൽ നിന്ന് വെള്ളം ടാപ്പ് ചെയ്ത് അങ്ങോട്ടെടുത്താൽ എന്നേക്കുമായി കുടിവെള്ള പ്രശ്നം പരിഹരിക്കാവുന്ന മേജറായിട്ടുള്ളൊരു പദ്ധതിയായിരുന്നു. അതിന് ഞാനെന്ന് നമ്മുടെ കിഫ്ബി റോഡ് 42 കിലോമീറ്റർ റോഡ് 43 കോടി രൂപയുടെ ഉമയനെല്ലൂർ തുടങ്ങി ഇവിടെ ആശുപത്രികൾ അവസാനിക്കുന്ന 37 കിലോമീറ്റർ വരുന്ന റോഡ് ഇട്ടിടത്തെല്ലാം, റോഡ് വരുന്നിടത്ത് ഈ ലൈൻ വരേണ്ടിടത്ത് ക്രോസ് ചെയ്ത് പൈപ്പ് ലൈൻ അന്നേ ഇട്ടിരുന്നു. BMBC റോഡ് പിന്നെ വെട്ടിപ്പൊളിക്കാതിരിക്കാൻ. അങ്ങനെ അന്നേ ദീർഘവീക്ഷണത്തോടു കൂടി റോഡ് വെട്ടിപ്പൊളിക്കാതിരിക്കാൻ പൈപ്പ് ലൈൻ ക്രോസ് ചെയ്യുന്നിടത്തെല്ലാം ഞാങ്കടവിൻ്റെ എവിടെയാണോ ക്രോസിങ് എവിടെയെല്ലാം പൈപ്പ് ലൈൻ ഇട്ടിട്ടാണ് അന്നേന് വെച്ചത്. ഓവർഹെഡ് ടാങ്കിന് 1 നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ അവിടെയും, 2 ഇവിടെ മാമ്പുഴ കാഷ്യൂ ഫാക്ടറിയുടെ ആ സ്ഥലവും എടുക്കാൻ നടപടി അന്നായിരുന്നു. മറ്റേത് സർക്കാർ ഭൂമിയാണ്. ഇവിടെ ആ സ്വകാര്യ വ്യക്തി കാഷ്യൂ ഫാക്ടറിയുടെ ബിനു സ്ഥലം തരാമെന്ന് സമ്മതിക്കുകയും അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോവുകയും ചെയ്തതാണ്. 2.5 വർഷം കഴിഞ്ഞിട്ടും ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല. ഓവർഹെഡ് ടാങ്ക് കിട്ടുക എന്ന് പറയുന്നത് 1.5 വർഷം എടുക്കുന്നതാണ്. ഒന്നുമേ ചെയ്തില്ല. പെരിനാടിൻ്റെതാണെങ്കിൽ ലാൻഡ് അക്വിസിഷൻ്റെ പഞ്ചായത്തുകളും മറ്റുമൊക്കെ ആയിട്ട് സഹകരിച്ചാണ് അതിൻ്റെ നടപടിക്രമം ഭൂമി ഏറ്റെടുക്കുന്നത് തുടങ്ങിക്കഴിഞ്ഞു. അതിലേക്ക് പോവുകയാണ്. എന്നാൽ കൊറ്റങ്കരയുടെ ഒന്നുമേ ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മണ്ഡലത്തിലെ കുടിവെള്ളത്തിലും അതുപോലെ തന്നെ ഈ യാത്രാ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനുള്ള 3 മേജർ പ്രോജക്റ്റുകളും, അത് കണ്ണനെല്ലൂർ ഞാൻ തന്നെ അന്ന് ഫോളോ അപ്പ് ചെയ്തിരുന്നു. അത് ഇപ്പോൾ അക്വിസിഷൻ്റെ ഉത്തരവായി. ഇതിൻ്റെ 2ൻ്റെയും ജനങ്ങളുടെ നിന്ന് കൺസെൻറ്റ് വാങ്ങി കൊടുക്കുക എന്ന നടപടിക്രമമുണ്ട്. കണ്ണനെല്ലൂർ ഞാൻ തന്നെ അന്നൊരു 4-5 പ്രാവശ്യം യോഗം വിളിച്ചിട്ടാണ് കൺസെൻറ്റ് വാങ്ങുന്നതിലേക്ക് എത്തി. എന്നിട്ട് ചിലർ കോടതിയിൽ പോയി കോടതിയുടെയൊക്കെ ഇടപെടൽ നടത്തി പരിഹരിച്ചുകൊണ്ടാണ്
കണ്ണനല്ലൂർ ജംഗ്ഷൻ ഡെവലപ്മെൻറ്റ് അന്ന് തന്നെ ഒരു 90% നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരുന്നു. ടേക്ക് ഓവർ ചെയ്യുന്ന നടപടി കോടതിയിൽ പോയിട്ടാണ് ഇപ്പോൾ താമസിപ്പിച്ചത്. അതിൻ്റെ എല്ലാം ഇപ്പോൾ ആയി. അതിൻ്റെ പൈസ 4 കോടി കൂടെ വേണമായിരുന്നു. അത് കിഫ്ബി ഇപ്പോൾ അനുവദിച്ചു. 32 കോടി കണ്ണനല്ലൂർ ജംഗ്ഷൻ ഡെവലപ്മെൻറ്റ് പണം ലഭ്യമായി കഴിഞ്ഞു. അടിയന്തരമായി ഭൂമി ഏറ്റെടുക്കും. ഇവിടുത്തത് MLA ആണ് ആളുകളെ വിളിച്ചു കൂട്ടേണ്ടത്, കൺസെൻറ്റ് വാങ്ങേണ്ടത്. ഈ കാര്യങ്ങളൊന്നും ഈ 2 സ്ഥലത്തെയും ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നതാണ് പ്രധാനം. പിന്നെ കാഞ്ഞിരോട് നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ പണി അന്ന് തന്നെ തുടങ്ങിയിരുന്നു. തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടക്കുന്നുണ്ട്. തുടങ്ങാനുള്ളതാണ്, അതിൻ്റെ സാങ്ഷൻ കിട്ടി തുടങ്ങാനുള്ളതാണ് ഇതുവരെ ആകാത്തത്. അതുപോലെ തന്നെയാണ് ഇളവൂർ പാലം. അവിടെ പാലത്തിൻ്റെ ആണെങ്കിൽ സ്ഥലം എല്ലാം ഞാൻ അതിൻ്റെ എല്ലാം കൺസെൻറ്റ് വാങ്ങിക്കഴിഞ്ഞിരുന്നു. എല്ലാ സ്ഥലത്തിൻ്റെയും കൺസെൻറ്റ് വാങ്ങി ടെൻഡർ ചെയ്ത് പോകുന്നതാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് റീടെൻഡർ ചെയ്ത് ഇങ്ങനെ 2.5 വർഷമായിട്ട് റീടെൻഡറിങ്ങിലേ എത്തിയിട്ടുള്ളൂ, ഒന്നും ആയിട്ടില്ല. ഇങ്ങനെ മേജറായ ചില പ്രോജക്റ്റുകൾ നമ്മൾ ആഗ്രഹിക്കുന്ന വേഗതയിൽ പോകാൻ കഴിയുന്നില്ല എന്ന ഗൗരവതരമായ പ്രശ്നമാണ് ഇന്ന് കുണ്ട്ര മണ്ഡലം നേരിടുന്നത്. ഫിഷറീസ് കോളേജിന് അന്ന് തന്നെ 1ാം ഗവൺമെൻറ് കാലത്ത് തന്നെ 10 ഏക്കർ ഭൂമി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് നമുക്ക് കിട്ടി, കോളേജിന് കിട്ടി. 10 ഏക്കർ സ്ഥലവും വാങ്ങിയെടുത്തു. അന്ന് 1 കോടി ചില്ലറ 1.6 കോടി രൂപയും സാങ്ഷൻ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ താൽക്കാലികമായൊരു ഷെഡാണ് ഇപ്പോൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് പക്ക കെട്ടിടം കെട്ടാം എന്നതാണ്. ഭാവിക്ക് ക്യാൻറ്റീനും മറ്റുമൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലൊരു ക്ലാസ്, തൽക്കാലം 2 ക്ലാസ് തുടങ്ങാൻ പറ്റുന്നൊരു ഷെഡ് കെട്ടാനാണ് 1.5 കോടി രൂപ സാങ്ഷൻ ചെയ്തത്. ഒന്നുമേ ആയിട്ടില്ല ഇപ്പോഴും. ഇപ്പോൾ പിന്നെ ഞാൻ തന്നെ ഇടയ്ക്ക് ഇടപെട്ടിരുന്നു. പിന്നെ നമ്മളങ്ങനെ ഇടപെടേണ്ട കാര്യമില്ല. നിലവിലുള്ള MLA ആണ് ചെയ്യേണ്ടത്. ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ MLAയുടെ ജോലിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. എങ്കിലും ഫിഷറീസ് കോളേജിൻ്റെ കാര്യത്തിൽ ഇടപെട്ടിരുന്നു. ഇത് 2 ഇടപെട്ടിരുന്നു. മറ്റേത് സ്ഥലം പോയി വാങ്ങി കൺസെൻറ്റ് വാങ്ങാന്നുള്ളത് നമുക്ക് പോയി പാർട്ടിക്കോ ഇടതുപക്ഷ മുന്നണിക്കോ പോയി അത് ചെയ്യാൻ പറ്റില്ല. അത് ബന്ധപ്പെട്ട MLA തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അത് ഇങ്ങനെ ഡിലേ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്നത് നമുക്ക് തന്നെ ഒരു വിഷമകരമായ കാര്യമാണ്. സ്കൂളുകൾ, അതുപോലെ തന്നെ ആശുപത്രികൾ എല്ലാം അത് നമ്മുടെ കാലത്ത് 1ാം ഗവൺമെൻറ് കാലത്ത് തന്നെ പൂർത്തീകരിച്ചിരുന്നു. ബാക്കി ഇന്ന് വളരെ പ്രശ്നമായി നിൽക്കുന്ന ഈ 2-3 കാര്യങ്ങളാണ്. അത് അതിവേഗം തുടങ്ങാൻ കഴിയണം എന്ന റിക്വസ്റ്റാണ് നമുക്കുള്ളത്. പിന്നെ ഭാവി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി നമ്മുടെ കുണ്ട്രയ്ക്കുള്ള വലിയൊരു സാധ്യതയാണ്. ഈ അലിൻഡിൻ്റെ സ്ഥലം 25 ഏക്കറെ നമ്മൾ അവർക്ക് കൊടുക്കുന്നുള്ളൂ. ബാക്കി സ്ഥലം അത് 99 വർഷം കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ലീസ് പീരീഡ് പൂർത്തീകരിച്ച് കിടക്കുകയാണ്. അപ്പോൾ അത് അലിൻഡ് മാനേജ്മെൻറ്റുമായി ചേർന്നുകൊണ്ട് ഒരു ലോജിസ്റ്റിക് പാർക്ക് തുടങ്ങാവുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലോജിസ്റ്റിക് പാർക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കൊല്ലം പോർട്ട് ഇപ്പോൾ പൂർത്തീകരിക്കുകയാണ്. പോർട്ട് പൂർത്തീകരിക്കുമ്പോൾ കപ്പലുകൾ ഇന്നത്തെ പത്രത്തിലെല്ലാം ഏതൊക്കെ കൺസെൻ്റൊക്കെ ആയി എന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ അത് 2 വർഷമായി പൂർത്തീകരിച്ച് കിടക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് അനാവശ്യമായി ഡിലേ ചെയ്യുന്നതാണ് കൺസെൻറ്റ് തരാൻ. ഇപ്പോൾ കൺസെൻ്റായി എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ വിദേശ കപ്പലുകൾ വന്ന് ചരക്കിറക്കിയാൽ ചരക്ക് കൊല്ലത്ത് എടുക്കുകയല്ല, നമ്മളിവിടെ ഈ ഒരു സംയുക്ത സംരംഭമായിട്ടാണ് അത് ഉദ്ദേശിക്കുന്നത്. ആ പാർക്ക് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റും പ്രൈവറ്റ് കമ്പനികളുമായി ചേർന്നുകൊണ്ട് 500 കോടിയുടെ വരെ ഇൻവെസ്റ്റ്മെൻറ്റ് തരാവുന്ന ഒരു മേജർ പ്രോജക്റ്റാണ് ഇന്ന് രാജ്യത്താകെ അങ്ങനെയുള്ള ലോജിസ്റ്റിക് പാർക്കുകൾ വരുന്നത്. നമ്മുടെ ഇവിടെ ഇത് വന്നാൽ നമുക്ക് പിന്നെ കോട്ടയം, ഇടുക്കി, വടക്കോട്ടുള്ള ജില്ലകൾക്കെല്ലാം ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോകാനും അങ്ങനെ വലിയൊരു തൊഴിൽ സാധ്യതയും സ്റ്റോക്കും വലിയ ഗോഡൗണും അങ്ങനെയൊക്കെ ധാരാളം തൊഴിൽ സാധ്യത കൂടി വരുന്നതാണ് ആ പാർക്ക്. അത്തരമൊരു പാർക്ക് കുണ്ട്രയിൽ ഞങ്ങൾ ഭാവിയിൽ ആലോചിക്കുന്നുണ്ട്. അത് അങ്ങനെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു കാര്യത്തിന് മുഖ്യമന്ത്രി ഇടപെട്ട് അനുമതി തരണം. അതുപോലെ തന്നെ നമുക്ക് IT പാർക്കുകൾ ധാരാളമുണ്ട്. പക്ഷേ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പാർക്കുകളില്ല. സോഫ്റ്റ്വെയർ ഇപ്പം നമ്മൾ പുറത്ത് നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നതാണ് ഇപ്പം നിലവിലുള്ള IT പാർക്കുകൾ ചെയ്യുന്നത്. കുണ്ട്ര IT പാർക്ക് ഇപ്പോൾ ഏകദേശം എല്ലാം ഫില്ലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ കുറച്ച് സ്പേസേ ഉള്ളൂ. കുറേയധികം കമ്പനികൾ കുണ്ട്രയിലുണ്ട്. ധാരാളം വർക്ക് ഇപ്പോഴത്തെ 600-700 ആളുകൾ ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഓർഡറുകൾ കിട്ടി വർക്ക് ചെയ്യുകയാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഏത് മേഖലയിൽ നോക്കിയാലും സോഫ്റ്റ്വെയർ ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. എന്താണ് ഇപ്പോൾ പ്രശ്നം? ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ പഞ്ചായത്തുകൾ വഴി ക്ഷേമനിധി വിഹിതം പിരിക്കണം. സോഫ്റ്റ്വെയർ ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ലക്ഷക്കണക്കായ തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാവി തകർന്ന് മുന്നോട്ട് പോകാൻ പറ്റാത്തത്. അതിനാവശ്യമായി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വമ്പൻ ചെറിയ പ്രോജക്റ്റുകൾ രാജ്യത്തുടനീളമുണ്ട്. ജനങ്ങളുടെ ഇപ്പോൾ ഏത് IT ഈ പുതിയ യുഗത്തിൽ ജനങ്ങൾ ഏതൊരു കാര്യവും ഈ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ സാധ്യതയാണ്. ആധുനികമായിട്ട് സാങ്കേതികവിദ്യയുള്ള കുട്ടികൾക്കുള്ള തൊഴിലവസരമാണ്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ പാർക്ക് നമുക്ക് അതിന് സ്പേസ് അധികം വേണ്ട. അതിൻ്റെ നിലവിലുള്ള മെയിൻ ബിൽഡിംഗ് തന്നെ മതി. അപ്പോൾ അവരുമായി സഹകരിച്ചുകൊണ്ട് പ്രൈവറ്റ് ഗവൺമെൻറ് പാർട്ടിസിപ്പേഷൻ ഒരു സോഫ്റ്റ്വെയർ പാർക്കും നടപ്പാക്കണമെന്ന് ഉദ്ദേശിച്ച് ഈ 2 പ്രോജക്റ്റുകൾ
ചരിത്ര കോൺഗ്രസിൻ്റെ ഭാഗമായി നമ്മൾ അന്ന് ഞാൻ എന്തോ കമ്മിറ്റിയുടെ ചെയർമാൻ ഇതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ടെക്നോക്രാറ്റ്സുമായി ചർച്ച ചെയ്ത പ്രോജക്റ്റ് ഉണ്ടാക്കിയിരുന്നു. അത് മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ 2 കാര്യങ്ങളാണ്. വളരെ വലിയ വികസന സാധ്യതയുള്ളതാണ്. കുണ്ട്രയിലൊരു സോഫ്റ്റ്വെയർ പാർക്ക്, കുണ്ട്രലിൻ്റെ സ്ഥലത്ത് 50-50ഓളം വരുന്ന ഏക്കർ വരുന്ന സ്ഥലത്ത് നമുക്ക് 40 ഏക്കറെങ്കിലും എടുക്കാൻ പറ്റുള്ളൂ. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവർക്കൊരു പ്രോജക്റ്റ് ഉണ്ട്, വലിയ പ്രോജക്റ്റ്. അതാണ് 500 കോടി രൂപയുടെ പ്രോജക്റ്റ്. അതിന് നമ്മളും ഷെയർ എടുക്കണം, പ്രൈവറ്റിൻ്റെ ഷെയർ വേണം. പിന്നെ സ്റ്റേറ്റ് സെൻട്രൽ ഷെയറോട് കൂടി പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോട് കൂടിയാണ് ആ ലോജിസ്റ്റിക് പാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് പ്ലാനിംഗ് ബോർഡിന് തന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു നക്ഷ നമ്മൾ കൊടുത്തു കഴിഞ്ഞു, കേരള പ്ലാനിംഗ് ബോർഡിന്. അവരത് ഭാവിയിലുള്ള ബഡ്ജറ്റിൽ തന്നെ അതൊന്ന് മെൻഷൻ്റെ കഴിയുന്ന തരത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ തരമുള്ള വികസന സാധ്യതകൾ വളരെ ഉള്ളൊരു കാലമാണിത്. ആ വികസന സാധ്യതകൾ ഉപയോഗിക്കുക എന്നതാണ് മുഖ്യമന്ത്രിയുടെ ജനങ്ങളെ കേൾക്കാൻ വരുമ്പോൾ കുണ്ട്രയിലെ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. ഈ തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അതുകൂടി മുഖ്യമന്ത്രി മന്ത്രിസഭ ഇടപെട്ട് അംഗീകരിക്കണം. അങ്ങനെ ജനങ്ങളുടെ പരാതികൾ കേൾക്കുമ്പോൾ പ്രധാനപ്പെട്ട 2 വികസന മേഖലകളെക്കുറിച്ച് കുണ്ട്രയിലെ ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ മുന്നിൽ നിവേദനമായി സമർപ്പിക്കുന്നു. അത് ഭാവിയിൽ നടപ്പിലാക്കി കിട്ടണം എന്നത് കുണ്ട്രയിലെ ജനങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്ന തരത്തിലേക്ക് കാര്യം വരും. അപ്പോൾ ഈ നവകേരള സദസ്സ് ഇത്തരം പ്രശ്നങ്ങൾക്ക് ജനങ്ങൾക്കാകെ ഇടപെടാനും ആതരം ഒരു മുന്നേറ്റത്തിൽ മന്ത്രിസഭയുടെ ശ്രദ്ധയിൽ ഈ പ്രശ്നങ്ങൾ വെക്കാനും ഭാവിയിൽ അത് നേടിയെടുക്കുവാനും കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടലായി കുണ്ട്രയിലെ ജനങ്ങളാകെ ഈ നവകേരള സദസ്സിനെ കാണും. ഞങ്ങൾ അത്തരത്തിലേക്ക് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കാനും അത് ഫോളോ അപ്പ് ചെയ്യാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. ഇതാണ് ഈ ഗവൺമെൻറ് സമാനതകളില്ലാത്ത വികസനമാണ് നടത്തിയെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എല്ലാറ്റിനെയും തടസ്സപ്പെടുത്തുന്നതാണ് കേന്ദ്ര ഗവൺമെൻറ് നിലപാട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നവകേരള സദസ്സ് തുടങ്ങിയതിന് ശേഷം ഇക്കാര്യം ജനങ്ങൾ വളരെ സീരിയസ് ആയി കാണും. കേന്ദ്രം എങ്ങനെയാണ് കേരളത്തിനെ തടസ്സപ്പെടുത്തുന്നത്, ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റാതെ എങ്ങനെയാണ് കഴുത്തുഞ്ഞിരിക്കുന്നത് എന്നത് വളരെ സജീവമായി ജനകീയ ശ്രദ്ധയിൽ വന്നതുകൊണ്ടാവാം ഇപ്പോൾ വായ്പ എടുക്കാനുള്ള പരിധിയിൽ ഒരു ചെറിയ ഇളവ് വരുന്നുണ്ട്. എന്തായാലും ഭാവിയിലും അങ്ങനെ കേന്ദ്ര സംസ്ഥാന ബന്ധമെന്ന് പറയുന്നത് ഏറ്റുമുട്ടാനുള്ളതല്ല, ഭരണഘടനാനുസൃതമായി ശക്തമായ സംസ്ഥാനങ്ങളും അങ്ങനെ സശക്തമായ കേന്ദ്രവും അങ്ങനെയാണ് വരേണ്ടത്. അപ്പം ഭരണഘടന അനുസരിച്ചിട്ടുള്ള അവകാശങ്ങൾ സ്റ്റേറ്റുകൾക്കുള്ളത് അനുവദിച്ചു തരികയും സുശക്തമായ കേന്ദ്രം എന്നതിനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ സന്തോഷമുള്ളൊരു സ്റ്റേറ്റ് എന്നതുകൊണ്ട് മാത്രമേ സുശക്തമായ കേന്ദ്രം നടപ്പിലാക്കാൻ നിലവിൽ വരും. ആ സംവിധാനത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഞങ്ങൾ രാഷ്ട്രീയമെന്ന് പറയുമ്പോൾ ജനങ്ങളുടെ പ്രശ്നമാണ്, സ്റ്റേറ്റിൻ്റെ പൊതു പ്രശ്നമാണ്. ആ അർത്ഥത്തിലേക്കാണ് അതിനെ കാണുന്നത്. ഇത്തരത്തിൽ ജനങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങൾ മന്ത്രിസഭയിൽ എത്തിക്കാൻ ഗവൺമെൻറ് നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ അത് പോസിറ്റീവായി തന്നെ പ്രതികരിച്ച് ഗവൺമെൻറ്റിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുക എന്ന തരത്തിലേക്കാണ് ഈ സദസ്സിനെ ഞങ്ങൾ കാണുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു, കൗണ്ടറുകൾ പൂർത്തീകരിച്ചിരിക്കുന്നു, വോളണ്ടിയേഴ്സും മറ്റു എല്ലാ കാര്യങ്ങളും അതിൻ്റെ അന്തിമഘട്ടത്തിലെത്തി. പന്തലും എല്ലാമായിട്ടുണ്ട്. 19-ആം തീയതി വൈകിട്ട് 4:30 കലാപരിപാടികൾ നിരവധിയായിട്ടുണ്ട്. തുടങ്ങുന്നതിന് മുമ്പായി തന്നെ 2 മണി കൂടി ഞങ്ങൾ കലാപരിപാടികൾ അവതരിപ്പിക്കും. ഒന്നും ആരെയും കാശ് കൊടുത്ത് പുറത്തുനിന്ന് വരുന്നതല്ല, ഈ പ്രദേശത്തെ ജനങ്ങൾ തന്നെ സ്വയമായി അവതരിപ്പിക്കുന്ന കലാപരിപാടികളാണ് കുണ്ട്രയിലെ സദസ്സുമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2 മണിക്കൂറെന്ന് ഞങ്ങൾ നിശ്ചയിച്ചിട്ട് 2.5 മണിക്കൂറിനപ്പുറം പോകുമെന്ന് തോന്നുന്നു. ഓരോരുത്തരും ഓരോ പഞ്ചായത്തും ഓരോ പ്രോഗ്രാമായിട്ട് വരികയാണ്. അവരുടെ എല്ലാ പ്രോഗ്രാം നമ്മൾ ടൈം കൊടുത്തുള്ളൂ. 30 മിനിറ്റ്, 15 മിനിറ്റ്, 10 മിനിറ്റ്, 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വന്നിട്ടുള്ള എല്ലാ സമിതികൾക്കും ടൈം അലോട്ട് ചെയ്തുകൊണ്ട് കലാപരിപാടി നടത്തും. മുഖ്യമന്ത്രിയുടെ യോഗമെല്ലാം കഴിഞ്ഞ് മന്ത്രിസഭാംഗങ്ങൾ പോയി കഴിഞ്ഞാൽ വീണ്ടും അവിടെ ജനമുണ്ടാകും. അവർക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും പെരിനാട് കലാസമിതിയുടെ സീതകളി, വളരെ പഴക്കം ചെന്ന ഒരു കലാപരിപാടിയാണ്, ഇന്ന് മൺമറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രൂപമാണത്. ആ സീതകളി ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇങ്ങനെ കലയും ലൈബ്രറി സംഘാടകരുടെ ഇടപെടലും സാംസ്കാരിക പ്രവർത്തകരുടെ മുൻകൈയും എല്ലാം കൂടി ചേരുന്നതാണ് നവകേരള സദസ്സ്. അപ്പം നിങ്ങൾ നമ്മുടെ സോഫ്റ്റ്വെയർ പാർക്കും ലോജിസ്റ്റിക് പാർക്കും നന്നായിട്ടുള്ളത്. അത് മേജർ പ്രോജക്റ്റാണ് 2. സോഫ്റ്റ്വെയർ പാർക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് TKM കോളേജിലെ IT ഡിപ്പാർട്ട്മെൻറ്റും IT രംഗത്ത് അലൂമിനി വളരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ, ഇവിടെ പോയാലും TKM കോളേജിൽ പഠിച്ച അലൂമിനികളുണ്ട് IT രംഗത്ത്. അപ്പോൾ അവരുടെ എല്ലാം സഹകരണം തേടിക്കൊണ്ടാണ് ഉദ്ദേശിച്ചത്. ചൊവ്വാഴ്ച നടക്കുന്ന നവകേരള സദസ്സിന് ആതിഥ്യമരുളാൻ വിളംബരനാട് ഒരുങ്ങുന്നു. സദസ്സിന് വേദിയാകുന്ന കുണ്ട്ര സെറാമിക്സ് ഗ്രൗണ്ടിൽ വിശാലമായ പന്തൽ ഉയർന്നു കഴിഞ്ഞു.
മുക്കട ജംഗ്ഷൻ മുതൽ സെറാമിക്സ് ഗ്രൗണ്ട് വരെയുള്ള 200 മീറ്റർ പാതയോരം വർണ്ണമതിലുകളും ചിത്രപ്പണികളും ചെയ്ത് ചാരുത വരുത്താനാവുന്ന പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. സദസ്സിന്റെ ദിവസങ്ങൾ അടുക്കുംതോറും അനുബന്ധ പരിപാടികളും കൊഴുക്കുകയാണ്. പള്ളിമൺ ദേവൻ കലാഗ്രാമത്തിന്റെ നേതൃത്വത്തിലുള്ള കലാപരിപാടികൾ വിവിധയിടങ്ങളിൽ അരങ്ങേറുന്നു. ആശുപത്രിമക്കിൽ നടന്ന പരിപാടി ഇളമ്പള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റെജി കലമ്പള ഉദ്ഘാടനം ചെയ്തു. പൂക്കാസ കുണ്ട്ര ഏരിയ സെക്രട്ടറി ജി സുശീല അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി പി ജോസഫ്, ജഗദീശൻ എന്നിവർ സംസാരിച്ചു. കാതികൻ നരിക്കൽ രാജീവന്റെ നേതൃത്വത്തിലുള്ള കലാസംഘത്തിൽ സൂര്യ, കൈലാസ്, ഷീജിൻ, അഞ്ജന, കല്യാൺ, നിധി, സഹ, സ്നേഹ, അഭിനയ്, ശ്രീനന്ദ, ദേവയാനി, രുദ്ര, ആഷിൻ, അഭിമന്യു എന്നീ കുട്ടികളാണ് പരിപാടികൾ അവതരിപ്പിച്ചത്. നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം കുണ്ട്ര ഇനാമൽ ഗ്രൗണ്ടിൽ നടന്ന അഖില കേരള ബാഡ്മിന്റൺ മത്സരം CPM കുണ്ട്ര ഏരിയ സെക്രട്ടറി SL സജികുമാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് അംഗം സുരഭി അധ്യക്ഷത വഹിച്ചു. ശിവപ്രസാദ്, M വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. KSTA കുണ്ട്ര ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര റാലി നടത്തി. ഇളമ്പള്ളൂർ BRCയിൽ നിന്ന് ആരംഭിച്ച റാലി മുക്കട ജംഗ്ഷനിലെത്തി തിരികെ BRCയിൽ സമാപിച്ചു. ജില്ലാ ട്രഷറർ VK ആദർശ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ J ശശികല, ജിജു മാത്യു, ഏരിയ പ്രസിഡന്റ് R ശ്രീരാജ്, സെക്രട്ടറി CE ശൈലജ, ഷീബ എന്നിവർ പങ്കെടുത്തു. പേരയം പഞ്ചായത്തിൽ നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം കൂട്ടയോട്ടം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം C ബാഡുവിൽ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി ഷാഫി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം S ശ്യാം, ജോൺ എന്നിവർ നേതൃത്വം നൽകി. പുനകനൂർ മണ്ഡലം ജംഗ്ഷൻ മംഗളോദയം ഗ്രന്ഥശാലയിൽ നവകേരള സദസ്സിൽ പരാതികളും നിവേദനങ്ങളും സമർപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം തുടങ്ങി. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് രാജപ്പൻ കേളപുരം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി N പ്രഭാകരൻ പിള്ള, പഞ്ചായത്ത് അംഗം ഷേലി സത്യദേവൻ, P പുഷ്പരാജ്, S സമതഭദ്രൻ എന്നിവർ സംസാരിച്ചു. ഹെൽപ്പ് ഡെസ്ക് ഗ്രന്ഥശാലയുടെ പുതിയ ഹാളിൽ വൈകിട്ട് 5 മുതൽ 8 വരെ പ്രവർത്തിക്കുന്നതാണ്. ചെറുമൂട് ഗ്രന്ഥകരളി ലൈബ്രറി സജീവ പ്രവർത്തകയും ഗ്രന്ഥകരളി ഗൃഹലക്ഷ്മി വനിതാവേദി നിർവാഹക സമിതി അംഗവുമായിരുന്ന തങ്കമണി അമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ചു. R രാധാകൃഷ്ണപിള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം P ജഗന്നാഥൻ, നേതൃസമിതി കൺവീനർ ശിവൻ വേളിക്കാട്, T യേശുദാസൻ, T ഗംഗാധരൻ, B ശ്രീകുമാർ, പ്രസന്ന പിള്ള, D രേണുക, B മോഹനചന്ദ്രൻ പിള്ള, K മണികണ്ഠൻ പിള്ള, Y ഷാജി, സുശീല മദനൻ, ഗിരിജ സുരേഷ് എന്നിവർ സംസാരിച്ചു. ആരോഗ്യമുള്ള മനസ്സിനും ആരോഗ്യമുള്ള ശരീരത്തിനും വേണ്ടത് വ്യായാമമാണെന്ന് ലോകമാകെ അംഗീകരിച്ച സത്യമാണ്. മരുന്നുകൾ ആരോഗ്യം തരില്ല. ആരോഗ്യം ക്ഷയിക്കുമ്പോഴാണ് നമ്മൾ മരുന്നുകൾ തേടി പോകുന്നത്. ആരോഗ്യം കാത്തുസൂക്ഷിക്കാനും രോഗപ്രതിരോധ ശേഷി നിലനിർത്താനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും കളരിയും യോഗയും അഭ്യസിക്കൂ. കേരളത്തിന്റെ തനത് അയോധന കലയായ കളരിപ്പയറ്റ് അഭ്യസിക്കാനും യോഗ പരിശീലിക്കാനും പാരമ്പര്യത്തിന്റെ തഴക്കമുള്ള യോഗാചാര്യ മലബാർ P വാസുദേവൻ ഗുരുക്കൾസ് CVN കളരി യോഗ മർമ്മ ചികിത്സാശ്രമത്തിൽ പ്രവേശനം നേടൂ. കളരിയെക്കുറിച്ച് അറിയാനും അഡ്മിഷൻ നേടാനും യോഗാചാര്യ മലബാർ P വാസുദേവൻ ഗുരുക്കൾസ് CVN കളരി യോഗ മർമ്മ ചികിത്സാശ്രമം, അയത്തിൽ പുളിയത്തുമുക്ക്, കൊല്ലം. ഫോൺ യോഗാചാര്യ ശിവകുമാർ ഗുരുക്കൾ 93 87 32 32 42. കുണ്ടറയിലെ പരിശീലന കേന്ദ്രം കേരളപുരം ESIക്ക് സമീപം റെയിൽവേ സമാന്തര റോഡിൽ പ്രവർത്തിക്കുന്നു. ഫോൺ 94 47 11 99 80. കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വനിതാവേദി സമ്മേളനം നടന്നു. പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി K രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വനിതാവേദി ചുറ്റുമല ബ്ലോക്ക് കൺവീനർ K ലക്ഷ്മിക്കുട്ടിയമ്മ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം C സതിയമ്മ, K സുധാദേവി, G രാധാകൃഷ്ണൻ, കുരിപ്പുഴ AL ഡൊമിനിക്, R ഐഷ, N ജയന്തൻ, സുജ തോമസ് പണിക്കർ എന്നിവർ സംസാരിച്ചു. കസ്തൂരി ജോസഫ്, M സുധ, പ്രസന്ന പിള്ള, PS കൃഷ്ണപ്രിയ, ഉഷ, പുഷ്പവല്ലി, T ചന്ദ്രിക, N സരസമ്മ, S സരോജിനിയമ്മ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു.
സബ്സിഡിയുള്ള നിത്യോപയോഗ സാധനങ്ങൾ മാവേലി സ്റ്റോറുകൾ ഇല്ലാത്തതിലും മാവേലി സ്റ്റോറുകളുടെ പ്രവർത്തനം തകരാറിലാക്കിയതിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ എല്ലാ പഞ്ചായത്തുകളിലും പ്രതിഷേധ ധർണ നടത്തി. കുണ്ടറ ആശുപത്രിക്ക് സപ്ലൈകോയ്ക്ക് മുന്നിൽ നടത്തിയ ധർണ UDF കുണ്ടറ നിയോജകമണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം ഉദ്ഘാടനം ചെയ്തു. G. വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഓമനക്കുട്ടൻ, വാർഡംഗം സുധാദേവി, കുണ്ടറ സുബ്രഹ്മണ്യം, സതീഷ് കുമാർ ഉണ്ണിത്താൻ, ഡോക്ടർ അനിൽരാജ് എന്നിവർ സംസാരിച്ചു. ഇളമ്പളൂർ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ ധർണ പെരുമ്പുഴയിൽ രഘു പാണ്ഡവപുരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പെരുമ്പഴ ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. വിനോദ് G. പിള്ള സ്വാഗതം പറഞ്ഞു. KC വരദരാജൻ പിള്ള, കൊറ്റങ്കര മണ്ഡലം പ്രസിഡന്റ് വിനോദ് കോണിൽ, വിളവീട്ടിൽ മുരളി, സിന്ധു ഗോപൻ, സനൂപ് സജീർ, ജയകുമാരൻ ഉണ്ണിത്താൻ, TP ദീപുലാൽ, അഡ്വക്കേറ്റ് ബാബുക്കുട്ടൻ പിള്ള, CD ജോൺ, സുവർണ, അനുജി ലൂക്കോസ്, മേരിക്കുട്ടി, വിനയകുമാർ, ബിന്ദു, പാട്രിക്, ഗീതാകുമാരി, മണിയമ്മ ടീച്ചർ, രാജേശ്വരി പുഷ്പൻ, അബ്ദുൽ ഖാദർ, അലി അക്ബർ, കളത്തിൽ വർഗീസ് പണിക്കർ, തങ്കച്ചൻ, ജോൺ എന്നിവർ സംസാരിച്ചു. കേരളപുരം മാവേലി സ്റ്റോറിന് മുന്നിലെ പ്രതിഷേധ ധർണ ശ്രീ രഘു പാണ്ഡവപുരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വിനോദ് കോണിൽ അധ്യക്ഷത വഹിച്ചു. കുരിപ്പള്ളി സലീം, AL നിസാമുദ്ദീൻ, രാജുടി പണിക്കർ, സുമേഷ് ദാസ്, ഷാനവാസ് മേക്കോൺ, നിസാമുദ്ദീൻ, വിനോദ് G. പിള്ള, ഷറഫ് കുണ്ടറ, പ്രദീപ് ചന്ദനത്തോപ്പ്, ഗോപാലകൃഷ്ണ പിള്ള, മുരളീധരൻ പിള്ള, അൻസാർ, സോമൻ, ഗീത എന്നിവർ സംസാരിച്ചു. കിഴക്കേക്കലട ചുറ്റുമല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുറ്റുമല സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ നടത്തിയ ധർണ KPCC നിർവാഹക സമിതി അംഗം MV ശശികുമാർ നായർ ഉദ്ഘാടനം ചെയ്തു. ചുറ്റുമല മണ്ഡലം പ്രസിഡന്റ് രാജു ലോറൻസ് അധ്യക്ഷത വഹിച്ചു. KPCC അംഗം കരട രമേശ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉമാദേവി അമ്മ, കോൺഗ്രസ് ശാസ്താംകോട് ബ്ലോക്ക് പ്രസിഡന്റ് വൈ ഷാജഹാൻ, കിഴക്കേക്കലട മണ്ഡലം പ്രസിഡന്റ് വിനോദ് വില്ലേത്ത്, ചന്ദ്രൻ കല്ലട, കോശി അലക്സ്, പഞ്ചായത്ത് മെമ്പർമാരായ മായ ദേവി, ശ്രീരാഗ് മഠത്തിൽ, ഗോപാലകൃഷ്ണ പിള്ള, ചുനക്കര വർഗീസ്, സതീഷ് കുമാർ, A. സുനിൽ, സിന്ധു പ്രസാദ്, ബസന്ത ഷാജി, പ്രകാശ്, ജോർജ് കുട്ടി എന്നിവർ സംസാരിച്ചു. പേനാട് കേരളപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുമോട് സപ്ലൈകോയ്ക്ക് മുന്നിൽ നടന്ന സമരം DCC സെക്രട്ടറി ആന്റണി ജോസ് ഉദ്ഘാടനം ചെയ്തു. ജോൺ കുമാർ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാജുടി പണിക്കർ, കുരിപ്പള്ളി സലീം, പെന്നാട് മുരളി, M. ജയശങ്കർ, R. സുരേഷ് കുമാർ, D. സുരേഷ്, നെപ്പോളിയൻ, നൌഫൽ, പ്രസന്ന പയസ്, രാമൻ പിള്ള, ശിവശങ്കര പിള്ള, മുഹമ്മദ് ബിലാൽ എന്നിവർ സംസാരിച്ചു. നവകേരള സദസ്സിന്റെ പേരിൽ അധ്യാപകരെയും ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തുന്ന സർക്കാർ നീക്കത്തെ അധ്യാപക സമൂഹം ഒറ്റക്കെട്ടായി ചെറുക്കണമെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ. അധ്യാപകരുടെയും ജീവനക്കാരുടെയും DA അടക്കമുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സർക്കാർ നവകേരള സദസ്സിന്റെ പേരിൽ വൻ ദൂർത്ത് നടത്തുന്നതായി അവർ ആരോപിച്ചു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ വനിതാ കൺവെൻഷൻ കുണ്ടറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. അധ്യാപകർ, സർക്കാർ ജീവനക്കാർ, അംഗനവാടി ടീച്ചർമാർ, ആശാവർക്കർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരിൽ നിന്ന് ഫ്ലെക്സ് ബോർഡ് വയ്ക്കാൻ ഭീഷണിപ്പെടുത്തി സർക്കാർ പിരിവ് നടത്തുന്നു. KPST വനിതാ ഫോറം ജില്ലാ ചെയർമാൻ D. സുജാത അധ്യക്ഷത വഹിച്ചു. KPSTA ജില്ലാ പ്രസിഡന്റ് പരവൂർ സജീവ്, സെക്രട്ടറി S. ശ്രീഹരി, സംസ്ഥാന കൗൺസിലർമാരായ പ്രിൻസ് C. റീന തോമസ്, ഗ്ലീന, സന്ധ്യാദേവി, ജുമൈലത്ത്, ഇന്ദിരാകുമാരി, ജില്ലാ കൺവീനർ ജിഷ, C. സാജൻ, സുനിൽകുമാർ, ഷാജൻ P. സഖറിയ, ശ്രീകുമാർ, ഷേർലി കോശി, ജയകൃഷ്ണൻ, അൻസാറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. KPST ജില്ലാ വനിതാ ഫോറം ഭാരവാഹികളായി D. സുജാത ചെയർമാൻ, ജിഷ S. കൺവീനർ എന്നിവരെയും ഉപജില്ലാ കൺവീനർമാരായി മിനി MG പുനലൂർ, നീന BS അഞ്ചൽ, P. സുപ്രഭ കുളക്കട, ജയ ജോൺ കൊട്ടാരക്കര, ഷീലാറാണി VS ചാത്തന്നൂർ, നിഷ S. വെളിയം, നീതുമോൾ കുണ്ടറ, ഷീജ ബെൻ കൊല്ലം, സുമാമോൾ K. കരുനാഗപ്പള്ളി, ജാസ്മിൻ Y. ചവറ, ശശികല K. ശാസ്താംകോട്ട, ലൗലി ചടയമംഗലം എന്നിവരെ തിരഞ്ഞെടുത്തു.